അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് എപ്പിസോഡ് 5 റീറ്റെയിൽ ട്രേഡേഴ്സ് വാസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്. അപ്പോൾ നമ്മളുടെ സ്വിംഗ് ട്രേഡിംഗ് സീരീസിലെ നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്താണ് സ്വിംഗ് ട്രേഡിംഗ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമ്മൾ ചെയ്തു. ഇൻട്രാഡേയിൽ നിന്നും പൊസിഷണൽ ട്രേഡിൽ നിന്നും സ്വിംഗ് ട്രേഡ് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത്. രണ്ടാമത്തേൽ നമ്മൾ എങ്ങനെ ലിക്വിഡിറ്റി ബേസിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്നതെന്നാണ് രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത്. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ച നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ച ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്. നാലാമത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഐഡൻറ്റിഫൈ ചെയ്ത സ്റ്റോക്ക് അതുപോലെ തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്ത് വെച്ച സ്റ്റോക്കിലെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് തിയറി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഒരു ബയ്യറുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഒരു സെല്ലറുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളുടെ എപ്പിസോഡ് 5 വീഡിയോയിൽ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിൻ്റെയും എക്സിക്യൂഷനിൽ വരുന്ന ഡിഫറൻസും അതുപോലെ തന്നെ കോമൺ ഡിഫറൻസും കാര്യങ്ങളെല്ലാം കൂടിയാണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. നമ്മളുടെ മുഴുവൻ അനാലിസിസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ബേസ്ഡ് ആയിരിക്കും. നമ്മളൊരു റീറ്റെയിൽ ട്രേഡറെയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡറെയും രണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ലിക്വിഡിറ്റിയുടെ ബേസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ലിക്വിഡിറ്റി എന്താണെന്ന് അറിയണം. ഞാൻ 2 പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ICTയുടെ ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും അതുപോലെ മാസ്റ്ററിംഗ് സീരീസ് ICT പ്ലേ ലിസ്റ്റും ചെയ്തിട്ടുണ്ട്. ഈ രണ്ടിലും കോമൺ ആയിട്ട് ഉള്ള ഒരു മെയിൻ കോർ കണ്ടന്റ് ആണ് ലിക്വിഡിറ്റി. അപ്പോൾ ഫൗണ്ടേഷൻ ബിൽഡിങ്ങിൽ പാർട്ട് 1 പാർട്ട് 2 ആക്കി നമ്മൾ ലിക്വിഡിറ്റി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൗണ്ടേഷൻ ബേസിൽ സിമ്പിളായിട്ട് ഒരു ബിഗിനർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ ഫൗണ്ടേഷൻ ബിൽഡിങ്ങിലും അതിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആയിട്ട് നമ്മൾ മാസ്റ്ററിങ് ICT സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിക്വിഡിറ്റിയുടെ ഒരു സീരീസിൽ പാർട്ട് 1 പാർട്ട് 2. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൗണ്ടേഷൻ ബിൽഡിങ്ങിലെ പാർട്ട് 1 പാർട്ട് 2 കണ്ടവരാണെങ്കിലോ മാസ്റ്ററിങ്ങിലെ പാർട്ട് 1 പാർട്ട് 2 കണ്ടവരാണെങ്കിൽ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യം സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ വീഡിയോ കണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇൻ കേസ് ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, പ്ലേസ് ലിസ്റ്റിൽ പോയിട്ട് ഈ 2 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലിക്വിഡിറ്റിയുടെ മുഴുവൻ കാര്യവും നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറയുന്ന ഒരു 80 to 85% കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഒരു സ്ലൈഡിൽ ഒരു റീറ്റെയിൽ ട്രേഡറും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിൻ്റെയും ഒരു പിക്ചറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് കാണുന്നത് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവും ഇത് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റിൽ 2 തരം പ്ലെയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 തരം ട്രേഡേഴ്സ് ഉണ്ട്. ഒന്ന് റീറ്റെയിൽ ട്രേഡേഴ്സ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്. ഓക്കെ, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിനെ നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FIAs ആൻഡ് DIAs. FIAs എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ചെയ്യുന്ന കമ്പനികളെയാണ് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നും അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2 പേരാണ്. ഓക്കെ, അതുപോലെ റീറ്റെയിൽ ട്രേഡേഴ്സിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഒന്നും അറിയാത്ത ആളുകൾ, അവരുടെ നമ്മൾ പുതിയ ആളുകൾ, ന്യൂ കമേഴ്സ് എന്തും പറയാം. പിന്നെ അടുത്ത് പ്രൊഫഷണൽസ്. അപ്പം നിങ്ങൾ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്. ഈ പിക്ചർ ഒരു റീറ്റെയിൽ ട്രേഡറെയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് എന്താണ് ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, മെയിൻലി എന്താണ് ഡാറ്റ. നിങ്ങൾ നോക്കൂ, ഒരു റീറ്റെയിലർ ഒബ്സർവ് ചെയ്യുന്ന ഡാറ്റയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒബ്സർവ് ചെയ്യുന്ന ഡാറ്റയും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ വേഴ്സസ് റീറ്റെയിലറുടെ ഒരു ഡിഫറൻസ് പറയാം. പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കുക. ഞാൻ എന്തായാലും ഇതുപോലെ വായിച്ച് പറയുന്നില്ല. നമ്മളൊരു 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 5 പോയിന്റ്. ഫസ്റ്റ് എന്താണ്, സ്കെയിൽ ഓഫ് ട്രേഡിങ്ങിൻ്റെ ബേസിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു റീറ്റെയിൽ ട്രേഡർ എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് സ്മോളർ വോളിയംസ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. ഓക്കെ,
നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ലാർജ് സം ഓഫ് മണി ഉണ്ട്. ഓക്കെ, അവരാരൊക്കെ ആവാം? മ്യൂച്വൽ ഫണ്ട് ആവാം, ഹെഡ്ജ് ഫണ്ട് ആവാം, ഇൻഷുറൻസ് കമ്പനീസ് ആവാം. ഓക്കെ, അവരെന്താ ചെയ്യുന്നത്? ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ക്യാഷ് മാർക്കറ്റിൽ കൊണ്ടുപോയി ട്രേഡ് ചെയ്യലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ റീറ്റെയിലറുടെ കയ്യിൽ ലിമിറ്റഡ് സം ഓഫ് മണി ആയിരിക്കും. അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ എപ്പോഴും എന്തായിരിക്കും? അൺലിമിറ്റഡ് ഫണ്ടായിരിക്കും. അടുത്തത് റിസോഴ്സസ് ആൻഡ് ടൂൾ. നമ്മൾ പറഞ്ഞ പോലെ ഡാറ്റാസ്. ഒരു റീറ്റെയിൽ ട്രേഡർ എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നമ്മളുടെ സെറോദ, ആപ്സ്റ്റോക്സ്, ഏഞ്ചൽ, ദെൻ ഇതുപോലത്തെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ അവിടെ കിട്ടുന്ന ബേസിക് അനലിറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തും കൊണ്ടാണ് ഒരു റീറ്റെയിൽ ട്രേഡർ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കിട്ടുന്ന ഡാറ്റാസൊക്കെ എങ്ങനെയൊക്കെ? പബ്ലിക്കലി അവൈലബിൾ, എല്ലാവർക്കും കിട്ടുന്ന പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ന്യൂസോ സിഗ്നൽസോ ഒക്കെ അതിൻ്റെ ബേസിലാണ് ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ്. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എന്താണ്? അവരുടെ അഡ്വാൻസ്ഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിരിക്കും. അതുപോലെ റിസർച്ച് ചെയ്യാനൊരു റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അഡ്വാൻസ് അനലിറ്റിക്കൽ ടൂൾസ് ഉണ്ടാവും, ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് അൽഗോരിതംസിൻ്റെ ബേസിലായിരിക്കും അവർ നടക്കുന്നത്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് അൽഗോരിതം, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, അതിൻ്റെയൊക്കെ ബേസിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിങ്സ് എക്സിക്യൂട്ട് ആവുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റീറ്റെയിലേഴ്സ് ചെയ്യുന്ന എന്തൊക്കെയാണ്? റീറ്റെയിൽസ് ചെയ്യുന്നതല്ല, എല്ലാവരും ചെയ്യുന്നത് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇൻട്രാഡേ ചെയ്യും, സ്വിംഗ് ട്രേഡ് ചെയ്യും, ലോങ് ടേം ട്രേഡ് ചെയ്യും, ചില മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യും, സ്കാൽപ്പ് ചെയ്യും. ഒരുപാട് ട്രേഡിംഗ് മെത്തേഡ്സ് റീറ്റെയിലേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്? എല്ലാ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെയും ഗോൾ എന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് ഒരു ലോങ് ടേം ആയിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ ഉള്ള ആളുകൾ കുറവായിരിക്കും. കാരണം എല്ലാവരും ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ട്രേഡ് ചെയ്യുന്നവരല്ല. ഓക്കെ, പ്രൊഫഷണൽസ് അതുപോലെയുള്ള ആളുകളാണ് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, പക്ഷേ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എന്താ? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ലോങ് ടേം പെർസ്പെക്റ്റീവിൽ മാത്രമേ ചെയ്യൂ. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയാലും അവരുടെ ഗോൾസ് ആയാലും ഒക്കെ ലോങ് ടേം ഗോൾസ് ആയിരിക്കും. ഓക്കെ, അടുത്തെന്താണ്? മാർക്കറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ പറഞ്ഞ പോലെ റീറ്റെയിലറുടെ കയ്യിൽ പേഴ്സണൽ അക്കൗണ്ട്സ്, കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തത്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്, 1, 2, 3 കൊല്ലത്തെ സേവിങ്സ്, ഇതുപോലത്തെ ലെസർ എമൗണ്ട് ഓഫ് മണി ആയതുകൊണ്ട് തന്നെ എന്താണ്? മാർക്കറ്റിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഈ എമൗണ്ട് വെച്ചിട്ട് ലെസർ വോളിയം മാത്രമേ മാർക്കറ്റിൽ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ വലിയ മാർക്കറ്റിനെ വലിയ രീതിയിൽ ഒരു റീറ്റെയിലർക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ തന്നെ അവിടെ ലാർജ് സം ഓഫ് മണിയാണ്, അൺലിമിറ്റഡ് മണിയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കഴിയും. അതുപോലെ തന്നെ കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു റീറ്റെയിലർ എന്താണ്? ഹൈ ഫീസാണ് അടയ്ക്കുന്നത്. എന്താണ്? നമ്മുടെ ബ്രോക്കറേജ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്യാഷാണ് അടയ്ക്കുന്നത്, ബ്രോക്കറേജ്. പക്ഷേ മിനിമം എമൗണ്ട് ട്രേഡിംഗ് വോളിയം ഉള്ളൂ. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്രോക്കേഴ്സൊക്കെ ആയിട്ട് ഒരു കോൺട്രാക്റ്റിലുണ്ടാവും, ഞങ്ങൾ ഒരുപാട് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഡിസ്കൗണ്ട് തരണം. പക്ഷെ നമുക്ക് കഴിയുമോ? നമുക്ക് കഴിയില്ല. അപ്പം ഓവറോൾ നമ്മളൊരു ഇത് നോക്കുകയാണെങ്കിൽ എന്താ? ഓവറോൾ ബോത്ത് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് എയിംസ് ടു അച്ചീവ് ഫിനാൻഷ്യൽ റിട്ടേൺ. രണ്ടുപേരും റീറ്റെയിലർ ആയാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഫിനാൻഷ്യൽ റിട്ടേൺ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഓപ്പറേറ്റ്സ് ഓൺ എ ലാർജ് സ്കെയിൽ വിത്ത് മോർ റിസോഴ്സസ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെർഫോം ചെയ്യുന്ന എന്താണ്? ഒരു ലാർജ് സ്കെയിലായിരിക്കും അവരുടെ ഓപ്പറേഷൻ ആൻഡ് ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ആയിരിക്കും. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലായിരിക്കും അവരുടെ എക്സിക്യൂഷൻസ്. Whereas retail traders manage their personal investment with vary levels of resource and strategies. ഒരു റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം കയ്യിലുള്ള പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിമിറ്റഡ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്കെയിൽ ഓഫ് ട്രേഡിംഗ്, റിസോഴ്സസ് ആൻഡ് ടൂൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺസ്, മാർക്കറ്റ് ഇമ്പാക്റ്റ്, കോസ്റ്റ് സ്ട്രക്ചർ. ഇതിൻ്റെ ബേസിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും റീറ്റെയിലും തമ്മിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഓപ്പറേഷൻസ് ബേസ്ഡ് ഓൺ സ്വിംഗ് ട്രേഡിംഗ് റീറ്റെയിൽ ട്രേഡർ. ഓക്കെ, എന്താണ്? ഒരു റീറ്റെയിൽ ട്രേഡർ ഒരു സ്വിംഗ് ട്രേഡിന്
ഒരു സ്വിംഗ് ട്രേഡിന് ഒരു റീറ്റെയിൽ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു സിമ്പിളായിട്ട് പറയുന്നത് റീറ്റെയിൽ ട്രേഡർ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു വേരിയസ് സ്റ്റെപ്സ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4 സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് സെലക്ഷൻ. ഓക്കെ, സ്റ്റോക്ക് സെലക്ഷൻ ഒന്നെങ്കിൽ സ്ക്രീനർ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റോക്ക് എഡ്ജ്, മണി കൺട്രോൾ, ഇങ്ങനെ അല്ലെങ്കിൽ NSEയുടെ വെബ്സൈറ്റ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു ടീം സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ്, ഓൺ അനാലിസിസ്. നമ്മൾ ഓൺ അനാലിസിസ് ആളുകളാണ്. നമ്മൾ ലിക്വിഡിറ്റി ബേസിൽ സർട്ടൻ ക്രൈറ്റീരിയാസിലുള്ള ലിക്വിഡിറ്റി ബേസ്ഡ് സ്റ്റോക്സിനെ, എന്ന് വെച്ചാൽ എന്താണ്, നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്സ്, നിഫ്റ്റി 100ലുള്ള സ്റ്റോക്സ്, FNO സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്സ്, അതുപോലെ തന്നെ നമ്മൾ ഓരോ സെക്ടോറിയൽ ഇൻഡെക്സ് പറഞ്ഞു, ആ സെക്ടോറിയൽ ഇൻഡെക്സിലൊക്കെ വെയിറ്റേജ് സ്റ്റോക്സ് ഇങ്ങനെ ഓൺ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഓൺ അനാലിസിസ് ആയിട്ട് ചെയ്തത്. നെക്സ്റ്റ് എന്താണ്, ന്യൂസ് ബേസ്ഡ് എന്ന് പറയുന്നത് എന്താണ്, മൊമെൻറ്റം ക്യാച്ച് ചെയ്യുന്ന ടീംസ്. ഓക്കെ, ഏതൊക്കെ കമ്പനിയുടെ റിപ്പോർട്ട്സ് ആണ് വരുന്നത്, ആ ബേസിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ. ഇതിൽ നാലാമത്തെ ആളുകളാണ് ആ സിഗ്നൽ ബേസ്ഡ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ. അല്ലെങ്കിൽ എന്താണ്, ഓരോരുത്തരുടെ റെക്കമെൻഡേഷൻ്റെ ബേസിൽ സ്വന്തമായിട്ടൊരു സ്റ്റഡി ചെയ്യാതെ പെയ്ഡ് ആയിട്ടുള്ള സിഗ്നൽസ്, അതിൻ്റെ ബേസിൽ ട്രേഡ്. അപ്പോൾ എന്താണ്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ, ഒന്നെങ്കിൽ സ്ക്രീനർ, അല്ലെങ്കിൽ ഓൺ അനാലിസിസ്, ന്യൂസ് ബേസ്ഡ്, സിഗ്നൽ. ഓക്കെ, എപ്പോഴും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഓൺ അനാലിസിസ് ആണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഓൺ അനാലിസിസ്. സ്ക്രീനേഴ്സ് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷെ ഓൺ അനാലിസിസ് ആണ് എപ്പോഴും അൾട്ടിമേറ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ഫസ്റ്റത്തെ ലെവൽ പറഞ്ഞു എങ്ങനെയാണ് സെലക്ട് ചെയ്യൽ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ സെലക്ട് ചെയ്തതിൽ ഒന്നെങ്കിൽ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ട്രേഡ് ചെയ്യുന്നവരായിരിക്കും, ചിലർ ഇൻഡിക്കേറ്റർ ബേസ് ചെയ്യുന്ന ആളുകളായിരിക്കും, ചിലർ റാൻഡമായിട്ട് ചെയ്യുന്ന ആളുകൾ. റാൻഡമായി ചെയ്യുന്നതാണ്, ഒരു കാര്യം നോക്കൂല, ഏതാണ് ഈ സ്റ്റോക്ക് ഇന്ന് കയറുമെന്ന് കേട്ടാൽ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ബൈയിങ് കൊടുക്കും. രണ്ടാമത്തെ എന്താണ്, പ്രൈസ് ലെവൽസ്. ഈ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്ന ആളുകൾ, ഈ പാറ്റേൺ ട്രേഡ് ചെയ്യുന്ന ആളുകൾ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ എന്തിൽ വിടും, ഈ ബ്രേക്ക് ഔട്ടിൽ വിടും. രണ്ടാമത്തെ എന്താണ്, ഇൻഡിക്കേറ്റേഴ്സ്, മൂവിങ് ആവറേജ്, അലിഗേറ്റർ മുതൽ സിഗ്സാഗ് വെച്ച് ചെയ്യുന്ന ആളുകൾ വരെ ഈ ഗണത്തിൽ പെടും ഇൻഡിക്കേറ്റർ. രണ്ടാമത്തെ എന്താ, റാൻഡം. ഈ റാൻഡം എന്ന് പറയുന്നത് കൂടുതലും ന്യൂസ് ബേസും സിഗ്നൽ ബേസും ചെയ്യുന്ന ആളുകളാണ് റാൻഡമായിട്ട്. നാലാമത്തെ ആളുകൾ പ്രൈസ് ലെവൽസ്. നമ്മളൊക്കെ പ്രൈസ് ലെവൽസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്, പ്രൈസ് ലെവൽസ്. അപ്പം സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു, ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നു. അടുത്ത മൂന്നാമത്തെ എന്താണ്, എൻറ്ററിങ് ട്രേഡ്സ്. ഓക്കെ, അപ്പോൾ കണ്ടെത്തിയ ട്രേഡിൽ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അതിനുശേഷം എൻട്രി എടുക്കുന്നു. ഈ എൻട്രി എടുക്കുമ്പോൾ എന്താണ്, ഇവിടെ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. 100 മുതൽ 10,000, 1,00,000 വരെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം അല്ല, ഇത് അല്ല, 10,000 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളൊരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു 10, 20, 30, 40, ചിലപ്പോൾ ചിലവർ 1000, 10,000 ക്വാണ്ടിറ്റി ഒക്കെ വിൽക്കും. അപ്പോൾ എന്താണ്, എപ്പോഴും എന്താണ്, ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 10,000 എന്നൊക്കെ അറിയുന്നത് ഒരു സില്ലി ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു രീതിയിലൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്ന ആളുകൾ. 500, 300, ചില ആളുകൾ 10, 20, 30, ഓരോ സ്റ്റോക്സിൻ്റെ നമുക്ക് ക്യാപ്പബിലിറ്റി അനുസരിച്ചായിരിക്കും നമ്മളുടെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയ നോക്കൂ, ഓൾവേസ് അവൈലബിൾ ഓൺ ദ മാർക്കറ്റ്. ഇത്തരം ക്വാണ്ടിറ്റീസ് ഒക്കെ എന്തായിരിക്കും, മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ എൻട്രിയിലേക്ക് പഞ്ച് ചെയ്യും. റിസൾട്ട് ബേസ്ഡ് ഓൺ പേഷ്യൻസ്. നമ്മളുടെ പേഷ്യൻസ് അനുസരിച്ചാണ് നമുക്ക് റിസൾട്ട്. കാരണം എന്താണ്, സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പം അത്രയ്ക്കും പേഷ്യൻസ് വേണം. കാരണം എന്താണ്, നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ പ്രോഫിറ്റോ ലോസോ എല്ലാം എന്താണ്, നമ്മളുടെ പേഷ്യൻസിനനുസരിച്ചിരിക്കും. അതാണ് റിസൾട്ട് ബേസ്ഡ് ഓൺ പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു റീറ്റെയിൽ ട്രേഡർ സ്വിംഗ് ട്രേഡ് സ്റ്റോക്സിൽ ചെയ്യാൻ ഈ 4 മെത്തേഡാണ്. എന്താണ്, ഏതൊക്കെ മെത്തേഡിലാണ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു, അതിലെങ്ങനെയാണ് എൻട്രി എടുക്കുന്നതെന്ന് പറഞ്ഞു, അതുപോലെ എടുക്കുന്ന ക്വാണ്ടിറ്റി എന്ത് സൈസിലായിരിക്കും എന്ന് പറഞ്ഞു, അതുപോലെ റിസൾട്ട് ബേസ്ഡ് ഓൺ പേഷ്യൻസ്. ഓക്കെ, ഒരു റീറ്റെയിൽ ട്രേഡർ എൻട്രി എടുക്കുന്ന കാര്യം വരെ പറഞ്ഞു. ഓക്കെ, സിമ്പിളായിട്ട് 4 സ്റ്റെപ്പ് വെച്ചിട്ട്. ഇനി എന്താണ്, ഈ റീറ്റെയിൽ ട്രേഡേഴ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു 2 തരത്തിൽ. നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ പറഞ്ഞല്ലോ, റീറ്റെയിൽ ട്രേഡറിൽ തന്നെ 2 തരമുണ്ട്. ന്യൂ കമേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഫഷണൽസും ഉണ്ട്. ഈ പ്രൊഫഷണൽസിനെയും ന്യൂ കമേഴ്സിനെയും അല്ലെങ്കിൽ ഒരു ബിഗിനറേയും തമ്മിൽ എന്തിൻ്റെ ബേസിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇമോഷൻ്റെ ബേസിലാണ്. ഓക്കെ, ഇമോഷൻ ആൻഡ് നോൺ ഇമോഷൻ, ഇതിൻ്റെ ബേസിലാണ് ഒരു ട്രേഡറെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഒരു ഇമോഷൻഡ് ആയിട്ടുള്ള ട്രേഡർ എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും ഒരു ബിഗിനർ ട്രേഡർ ആയിരിക്കും.
ഒരു ഇമോഷൻസ് ആണ് ട്രേഡിങ്ങിൽ കൂടുതൽ ട്രിഗർ ചെയ്യിക്കുന്ന സംഭവം. അത് പ്രോഫിറ്റിൽ വരുമ്പോഴും ഇമോഷൻ വരും, ലോസ് വരുമ്പോഴും ഇമോഷൻ വരും, ട്രേഡ് വന്നിട്ടില്ലെങ്കിലും ഇമോഷൻ വരും, ട്രേഡ് വന്നാലും ഇമോഷൻ വരും. അപ്പം ഇമോഷനാണ് ഒരാളുടെ ആക്ടിവിറ്റിയിലെ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ മേജറായിട്ട് ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു മെയിൻ ഫാക്ടർ. ഓക്കെ, എല്ലാ എക്സ്പീരിയൻസ്ഡ് ട്രേഡറും നോൺ ഇമോഷൻസ് ആണെന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഇമോഷൻ ഒരു നോൺ ഇമോഷൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഇമോഷണൽ ട്രേഡർ. ഒരു ഇമോഷണൽ ട്രേഡർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ബിഗിനർ ട്രേഡർ ആയിരിക്കും. ഇപ്പോൾ ഈ ഇമോഷൻ്റെ കാര്യങ്ങൾ എന്താണ്? ഒന്ന് പറയുന്നത് ലോ ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു റീറ്റെയിൽ ട്രേഡർ എന്ന് പറയുന്നത് പേഴ്സണൽ ക്യാപിറ്റൽ, നമ്മൾ പറഞ്ഞ പോലെ ലോൺ എടുത്തത് അല്ലെങ്കിൽ 3-4 കൊല്ലത്തെ കഷ്ടപ്പാട് ഹാർഡ് ഏൺ മണി യൂസ് ചെയ്തത്, അതുപോലെ കുടുംബശ്രീയിൽ നിന്ന് എടുത്ത ക്യാഷ് വെച്ച് ലോ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. ഇമോഷൻ്റെ മെയിൻ കാരണം. അടുത്തെന്താണ്? ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ. അതാണ് രണ്ടാമത്താണ് ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോ ക്യാപിറ്റൽ കൊണ്ടുവന്ന് എന്ന് വെച്ചാൽ ഒരു 20,000 രൂപ കൊണ്ടുവന്ന് ദിവസം 2,000 രൂപ ഉണ്ടാക്കുക. ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണ്. ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. ഓക്കെ, പക്ഷെ എന്താണ്? അതിന് എക്സ്പീരിയൻസ് വേണം. ഒരു ന്യൂ കമറുടെ കാര്യമാണ് ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ. നെക്സ്റ്റ് എന്താണ്? മോർ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മോർ സ്ക്രീൻ ടൈം നമ്മൾ ഒരു സംഭവം അനാലിസിസ് ചെയ്ത് അതിൽ എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ട്രേഡ് നോക്കിയിരിക്കുന്ന സമയത്താണ് ഈ ഇമോഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മളെ ട്രിഗർ ചെയ്യിക്കുന്നത്. നമ്മളുടെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതും നോക്കിയിരിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചത് തെറ്റായിട്ട് നമുക്ക് തോന്നും, ടാർഗറ്റ് വെച്ചത് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നും, എൻട്രി എടുത്തത് റീ എൻട്രി എടുക്കാൻ തോന്നും, അല്ലെങ്കിൽ അതിലൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു ട്രേഡ് നമ്മൾ എന്ത് ചെയ്യും? മാനേജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്താണ്? മോർ സ്ക്രീൻ ടൈം കൊടുക്കുമ്പോൾ എന്താണ്? അവിടെയും ഒരു ഇമോഷൻ വരും. നെക്സ്റ്റ് എന്താണ്? വൺ സോഴ്സ് ഓഫ് ഇൻകം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ട്രേഡർ ട്രേഡിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്ന് മനസ്സിലാക്കും, അതിൽ നിന്ന് പ്രോഫിറ്റ് വന്നിട്ടില്ലെങ്കിൽ എന്താവും? ഇമോഷൻ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം എന്താണ്? ആ വ്യക്തിക്ക് ട്രേഡ് ചെയ്താൽ മാത്രമേ ഇൻകം കിട്ടൂ, ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് കട്ടാണ്. അതുകൊണ്ട് എന്താണ്? വൺ സോഴ്സ് ഓഫ് ഇൻകം മാത്രം ഉണ്ടായതുകൊണ്ട് തന്നെ ഇമോഷൻ ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? ലെസ് നോളജേ ഇല്ല. ആരൊക്കെയോ പറയുന്നത് കേട്ട് 1 മാസം 2 മാസത്തെ മെൻറ്റർഷിപ്പും കോഴ്സും എടുത്തിട്ടാണ് വരുന്നത്. ഓക്കെ, മാർക്കറ്റിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി വരുന്നത് 3 മാസത്തെ കോഴ്സും എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഓക്കെ, ലോ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ആയിട്ടുള്ള നോളജ് ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ എന്താണ്? ഒരു ലോജിക്കൽ നോളജ് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റത്തത് കൺസിഡർ ആസ് എ സാലറി ഇൻകം. പലരും പറയുന്ന പോലെ പാസീവ് ഇൻകം, ആക്റ്റീവ് ഇൻകം ഒരു കാരണവശാലും ഒരു സാലറി ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ട്രേഡിങ് എപ്പോഴും ഒരു ബിസിനസ് ഇൻകമാണ്. ഓക്കെ, അത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മനസ്സിലാവുന്ന ഒരു ട്രൂത്താണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നോൺ ഇമോഷണൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നോക്കുന്നത് ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ടാവും ആളെ കയ്യിൽ. ഹ്യൂജ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു റീറ്റെയിൽ ട്രേഡർ ഒരു ട്രേഡിന് വേണ്ടി ചിലവാക്കുന്നതിൻ്റെ 10 ഇരട്ടി കാശുണ്ടാവും. ഹ്യൂജ് ക്യാപിറ്റൽ. അതുപോലെ സ്റ്റാൻഡേർഡ് എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. ഈ ആൾ വന്ന സമയത്തും ഇതുപോലെ ഹ്യൂജ് എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. പതിയെ എന്താണ്? പെയ്ഡായിട്ട് അല്ലെങ്കിൽ എന്താണ്? ഒരുപാട് ലോസ് വരുത്തി വെച്ചിട്ട് ആൾക്ക് ഏകദേശം മനസ്സിലാവും എക്സ്പെക്റ്റേഷൻസ് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ കീപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ. അതുപോലെ തന്നെ ലെസ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ എൻട്രി എടുത്തു, എക്സിറ്റ് വെച്ചു, ടാർഗറ്റ് വെച്ചു, ഇനി അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മോർ ദാൻ വൺ സോഴ്സ് ഓഫ് ഇൻകം. ഓക്കെ, ട്രേഡിങ്ങിനെ മാത്രം നമ്പിയിരുന്നാൽ ശരിയാവില്ല, ഒരു സോഴ്സ് ഓഫ് ഇൻകം കൂടി കാണേണ്ടി വരും. ഓക്കെ, ചില ദിവസം പ്രോഫിറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണ്? ഈ നോൺ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രേഡർ ഒരു സോഴ്സ് ഓഫ് ഇൻകം കൂടി ജനറേറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കും. നെക്സ്റ്റ് എന്താണ്? ഹൈ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ആയിട്ടുള്ള നോളജിന് പുറമെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറച്ച് നോളജ് കിട്ടും, അങ്ങനെ നോളജ് കൂടും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് ആൾ മനസ്സിലാക്കും ഇറ്റ്സ് നോട്ട് എ സാലറി ഇൻകം, ഇറ്റ്സ് എ ബിസിനസ് ഇൻകം. റെഗുലർ ആയിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം കമ്പൾസറി ആണെന്ന് പറയുന്നത്. ഓക്കെ, സാലറി ഇൻകം അല്ല, ബിസിനസ് ഇൻകം ആണ്.
ഓക്കെ. ചിലപ്പം ഈ മാസം നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. ചിലപ്പോൾ അടുത്ത മാസം എന്തായിരിക്കും, ഈ മാസത്തെയും കൂട്ടി ഡബിൾ പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ എന്താണ്, ഒരു ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, ഒരു ഇമോഷണൽ ട്രേഡറും നോൺ ഇമോഷണൽ ട്രേഡർ ആവാൻ ഒരുപാട് കാലമെടുക്കും. ഓക്കെ. റീറ്റെയിൽ ട്രേഡേഴ്സിനെ തന്നെ എന്താണ്, ഇമോഷൻ എന്ന് പറഞ്ഞ ഫാക്ടറാണ് രണ്ട് പേരെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. റീറ്റെയിൽ ട്രേഡേഴ്സിൽ തന്നെ പ്രൊഫഷണൽ ട്രേഡറും നോൺ പ്രൊഫഷണൽ ട്രേഡറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കൺട്രോൾ. ഓക്കെ. അങ്ങനെ നമ്മൾ ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഇമോഷൻ എന്ന ഫാക്ടറിൻ്റെ ബേസിൽ നോർമൽ ട്രേഡർ എന്നും പ്രൊഫഷണൽ ട്രേഡറും എന്ന് തിരിച്ചു. ഓക്കെ. ഇനി നമ്മളൊരു റിലേറ്റഡ് എക്സാമ്പിൾ ബേസ് ആണ് പറയുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സ്വിംഗ് എൻട്രി ഈ രണ്ട് പേരും എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു നോർമൽ ട്രേഡറും ഒരു പ്രൊഫഷണൽ ട്രേഡറും. ഇവിടെ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഇമോഷൻ്റെ ബേസിൽ നോർമൽ ട്രേഡർ എന്നും അതിനെ ന്യൂ ബീസ് എന്ന് പറഞ്ഞാൽ പുതിയ ആളുകൾ, നോർമൽ ട്രേഡർ അതുപോലെ പ്രൊഫഷണൽ ട്രേഡർ ആക്കി തിരിച്ച്. നിങ്ങൾക്ക് ഇവിടെ എഴുതിയത് കാണുന്നുണ്ടോ? 165 രൂപയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ്. ഓക്കെ. രണ്ട് പേരുടെ എൻട്രി വരുന്നത് എവിടെയാണ്? 165 രൂപയിൽ തന്നെയാണ്. അപ്പോൾ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് 165 രൂപ തന്നെയാണ്. ഓക്കെ. എൻട്രി എന്ന് പറയുന്നത്. രണ്ടുപേരും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എവിടെയാണ്? 145 രൂപയിൽ. അറൗണ്ട് 20 പോയിന്റ് SL വരുന്നുണ്ട്. SL എന്ന് പറയുന്നത് 20 പോയിന്റ് 145. ഓക്കെ. അപ്പോൾ 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ടാർഗറ്റ് നമ്മൾ മിനിമം എത്ര വെക്കേണ്ടി വരും? ഒരു 1:2. ഒരു നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് വെക്കുകയാണെങ്കിൽ ഒരു 40 പോയിന്റ് നമ്മൾ ടാർഗറ്റ് വെക്കണം. അപ്പോൾ എന്താണ്, 165 ഒരു 40 പോയിന്റ് അറിയുമ്പോൾ 205 ടാർഗറ്റ്. ഓക്കെ. പ്രോഫിറ്റ് ടേക്കൺ ടാർഗറ്റ്. അപ്പം 165 രൂപയുള്ള സ്റ്റോക്ക് പ്രൈസുള്ള ടാറ്റ മോട്ടോഴ്സ് എൻട്രി എടുത്തു. 165 തന്നെ എടുത്തു. ഇനി ക്വാണ്ടിറ്റി വേണ്ടേ? ക്വാണ്ടിറ്റി 100 ക്വാണ്ടിറ്റിയാണ് എടുത്തത് രണ്ടുപേരും. ഓക്കെ. രണ്ടുപേരും 100 ക്വാണ്ടിറ്റി എടുത്തു. 165 രൂപയാണ് നമ്മുടെ എൻട്രി പ്രൈസ്. SL വരുന്നത് 145. 20 രൂപയാണ് SL. ഓക്കെ. 20 പോയിന്റ്. അതുപോലെ തന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത് 40 പോയിന്റ് 205. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം നമ്മൾ ടാറ്റ മോട്ടോഴ്സിൽ എൻട്രി എടുത്തു. ഇതാണ് നമ്മളുടെ എൻട്രി. റീറ്റെയിൽ ട്രേഡർ, നോർമൽ ട്രേഡർ, പ്രൊഫഷണൽ ട്രേഡർ. ഓക്കെ. രണ്ടുപേരും ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ട്രേഡ് എടുത്തത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോർമൽ ട്രേഡറുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 20,000 രൂപയേ ഉള്ളൂ. എത്രയാണ്? 20,000 രൂപ. വെറും 20,000 രൂപയെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ളൂ. ഏത് ഡിമാറ്റ് അക്കൗണ്ട് നോക്കില്ല, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലുണ്ടോ ആകെ ഉള്ളത് 20K മാത്രമേ ഉള്ളൂ. കാരണം എന്താ, അവൻ്റെ കയ്യിൽ അത്രയേ ഉള്ളൂ. അവൻ്റെ സേവിങ്സ്, അവൻ കുടുംബശ്രീയിൽ നിന്ന് എടുത്തത്, അവൻ ബാങ്കിൽ നിന്ന് എടുത്തത്, അവൻ്റെ കുറച്ച് കാലത്തെ സേവിങ്സ് ഒക്കെ ഒരു 20 രൂപയേ ഉള്ളൂ. ഒരു 20,000 രൂപയേ ഉള്ളൂ. ഒരു പ്രൊഫഷണലിൻ്റെ കയ്യിൽ, ഓക്കെ, ഇതൊരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ഒന്നുമല്ല, ജസ്റ്റ് നമ്മളുടെ ഒരു എക്സാമ്പിൾ വൈസ് ഒരു 1 lakh ക്യാപിറ്റലും ഉണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ട്രേഡ് ചെയ്യാൻ 165 രൂപ യൂസ് ചെയ്തിട്ട് 125 രൂപയ്ക്ക് 100 ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ 16,500. ഓക്കെ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 16,500. നോക്കൂ നിങ്ങൾ, രണ്ട് പേർക്കും 16,500 വരും. റിസ്ക് എത്രയാണ്? 20 പോയിന്റ് വെച്ച് 100 ക്വാണ്ടിറ്റി വരുമ്പോൾ 2,000 രൂപയാണ് രണ്ട് പേർക്കും റിസ്ക് വരുന്നത്. ഇനിയാണ് ഡിഫറൻസ് വരുന്നത്. ഒരു ന്യൂ ട്രേഡർ അല്ലെങ്കിൽ ഒരു നോർമൽ ട്രേഡറിൻ്റെ ക്യാപിറ്റൽ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് എന്താണ്? 3/4 ആയിരിക്കും. 4/3 ഭാഗവും അവൻ ട്രേഡിന് വേണ്ടി എടുത്തു. എന്താണ്? 4/3 ഭാഗവും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ക്യാപിറ്റലിൻ്റെ 3/4 ഭാഗവും അവൻ ഈ ട്രേഡിന് വേണ്ടി എടുത്തു. ഓക്കെ. ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആണ്. ഓക്കെ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 16,500. ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ ക്യാപിറ്റൽ ഡിപ്ലോയിഡ് എത്രയാണ്? 1/4 എന്ന് വെച്ചാൽ 1/4 ഭാഗം പോലും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ. റിസ്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? ക്യാപിറ്റൽ 20,000 ആണ്, റിസ്ക് എടുക്കുന്നത് 2,000. 10% ഒരു നോർമൽ ട്രേഡർ റിസ്ക് എടുക്കുന്നുണ്ട്. ഓക്കെ. പ്രൊഫഷണൽ ട്രേഡർ എത്രയാണ്? സെയിം റിസ്ക് ആണ് എടുക്കുന്നത്, പക്ഷേ റിസ്ക് എത്രയാണ്? 2% ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഒരു ക്യാപിറ്റൽ ഡിപ്ലോയിഡിൻ്റെ ബേസിലും റിസ്കിൻ്റെ ബേസിലും എന്താണ്, ഇവർ രണ്ടുപേരും ഡിഫറൻസ് ആണ്. ഓക്കെ. വെദർ എന്താവാം? പ്രോഫിറ്റ് ആവാം, ലോസ് ആവാം. പ്രോഫിറ്റ് ആവുകയാണെങ്കിൽ
നിങ്ങൾ ലോസ് ആവുകയാണെങ്കിലുള്ള കാര്യം ആലോചിക്കുക. ലോസ് ആകുമ്പോഴാണ് കൂടുതൽ നമ്മൾ ഇമോഷൻ കണക്റ്റ് ആവുക. ഇമോഷൻ ആകുമ്പോൾ എന്താണ്, ഒരു ന്യൂ കമർ ക്യാപിറ്റൽ ലെസ് ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഹ്യൂജ് റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ കൂടിയ ആളായതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽക്ക് എന്താണ്, അയാളുടെ ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ അയാൾ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് ചെറിയ റിസ്ക് ആയിരിക്കും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, 20,000 നിന്ന് 2,000 കുറയുന്നതാണോ, അല്ലെങ്കിൽ 1,00,000 നിന്ന് 2,000 കുറയുന്നതാണോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇമോഷൻ എഫക്റ്റ് ആവുക? അതുകൊണ്ടാണ് പറയുന്നത്, ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡ് ചെയ്താൽ നമ്മളുടെ ഇമോഷന് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഇൻ കേസ് 20,000 രൂപ യൂസ് ചെയ്തിട്ട് ഒരു നോർമൽ ട്രേഡർ ലോസ് വന്നാൽ അയാളുടെ ക്യാപിറ്റൽ പിന്നെ 18,000 രൂപ മൈനസ് ബ്രോക്കറേജ് ആയിട്ട് കുറയും. പിന്നെ നെക്സ്റ്റ് ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്താണ്, ആ ട്രേഡിന് വേണ്ടത്ര ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി പറ്റാത്തത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സോ അതുപോലെ മണി മാനേജ്മെൻ്റ് ഒന്നും ചെറിയ ഫണ്ടിൽ നടക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴും എന്താണ്, ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മളുടെ ക്യാപിറ്റലിൻ്റെ ഒരു സേർട്ടേൺ പെർസെൻറ്റേജ് മാത്രമേ ഒരു ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മളുടെ ട്രേഡിൻ്റെ 3/4 ഭാഗവും അല്ലെങ്കിൽ നമ്മളുടെ ക്യാപിറ്റലിലെ മുഴുവൻ ഒരു ട്രേഡിൽ ഡിപ്ലോയ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് റീറ്റെയിൽ ട്രേഡറിനെ ഒരു പ്രൊഫഷണൽ ട്രേഡർ എന്നും ഒരു നോർമൽ ട്രേഡർ എന്നും ഇമോഷൻ്റെ ബേസിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഓക്കെ, ചെറിയ ക്യാഷ് യൂസ് ചെയ്തുകൊണ്ട് ഹൈ റിസ്ക് എടുക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഹൈ ക്യാപിറ്റൽ യൂസ് ചെയ്ത് ചെറിയ റിസ്ക് എടുക്കുന്ന ആളാണോ? ഓക്കെ, അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞൊതുക്കി. ഇനി നമുക്ക് ബിഗ് പ്ലെയേഴ്സിൻ്റെ കാര്യം നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്, ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹെഡ്ജ് ഫണ്ട്സ് ഉണ്ടാവാം, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവാം, PE ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ് ഉണ്ടാവാം, എൻഡോൺമെൻറ്റ് ഫണ്ട്സ് ഉണ്ടാവാം, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടാവാം. എപ്പോഴും മനസ്സിലാക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് എന്ന് പറയുന്ന കേൾക്കാം. ചില ആളുകളുടെ വിചാരം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ പേരാണെന്നാണെന്ന്. ഒരാളുടെ പേരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനി, ഇൻഷുറൻസ് കമ്പനി, ഇവർക്കൊക്കെ ക്ലയൻസ് ഉണ്ടാവും. ഈ ക്ലയൻസിൻ്റെ ക്യാഷ് യൂസ് ചെയ്തും കൊണ്ട് അവരോട് ഓഫർ ചെയ്തിട്ടുണ്ടാവും, ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ ഞങ്ങൾ ആനുവലി തരാം. ഓക്കെ, പെർ ആനുവലി തരാം. ഓക്കെ, ഇവരെന്ത് ചെയ്യും, ഇവരുടെ ക്യാഷ് എല്ലാം കൊണ്ട് എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? എവിടേക്കാണ് അവരുടെ ഫ്ലോ? എങ്ങോട്ടാണ്? നമ്മളെ പോലെ മാർക്കറ്റിലേക്ക്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തന്നെയാണ് ഇവരുടെ ക്യാഷ് ഫ്ലോയും പോകുന്നത്. അപ്പം നമ്മളുടെ ക്യാഷ് യൂസ് ചെയ്തും കൊണ്ട്, ഓക്കെ, നമ്മളുടെ ഒരുപാട് ആളുകളുടെ അവരുടെ ക്ലയൻസിൻ്റെ ക്യാഷ് യൂസ് ചെയ്തും കൊണ്ട് മാർക്കറ്റിലേക്ക് ക്യാഷ് പമ്പ് ചെയ്യിപ്പിച്ചും കൊണ്ട് അവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ട് ആ പ്രോഫിറ്റിൻ്റെ ഒരു സേർട്ടൺ പെർസെൻറ്റേജ് തിരിച്ച് എന്താണ്, ഒരു സേർട്ടൺ പെർസെൻറ്റേജ് അവർ പറഞ്ഞ വെച്ച ആ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന മെത്തേഡാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവരെയാണ് നമ്മൾ ഹെഡ്ജ് ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ്, എൻഡോൺമെൻറ്റ് ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനീസ് എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു എന്താണ് പ്രത്യേകതകളാണ്. കാരണം എന്താണ്, അവർക്കൊരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് കമ്പനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ അവരുടെ മ്യൂച്വൽ ഫണ്ട്സ് ആണ് അവരുടെ പ്രൊഡക്റ്റ്, അത് സെയിൽ ചെയ്യാനൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇൻഷുറൻസ് കമ്പനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പറഞ്ഞു, അവർ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, മെയിൻ എന്ന് പറയുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അവർ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. ആളുകളുടെ അടുത്തുനിന്ന് അവരുടെ പ്രൊഡക്റ്റ് വിട്ടും കൊണ്ടാണ് അവർ കണ്ടെത്തുന്നത്, ഫണ്ട് കണ്ടെത്തുന്നത്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഫണ്ട് മാനേജേഴ്സിന് ഒരു ഫണ്ട് മാനേജിങ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫണ്ട് യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഈ ഫണ്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് അനലിസ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, റിസർച്ചേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് അത് തന്നെ ഒരു മാർക്കറ്റ് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അവരുടെ കയ്യിൽ. അതുപോലെ ട്രേഡിംഗ് ഫ്ലോറിൽ എക്സ്പേർട്ട് ട്രേഡേഴ്സ് ഉണ്ടാവും. അൽഗോരിതം ട്രേഡിംഗ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അവരുടെ മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ആൽഗോ ട്രേഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് ഫ്ലോറിൽ എക്സ്പേർട്ട് ട്രേഡേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹ്യൂജ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലിക്വിഡിറ്റി സഫീഷ്യൻറ്റ് വരികയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ IT ആൻഡ് സിസ്റ്റം സപ്പോർട്ട്. ഓക്കെ, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ബാക്കപ്പ് ആയിട്ട് IT ആൻഡ് സിസ്റ്റം സപ്പോർട്ട്സ് ഉണ്ടാവും.
ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഓക്കെ, ഇനി നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സിക്യൂഷൻ ഒരു റീറ്റെയിൽ ട്രേഡറെ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ്, നമ്മുടെ ഒരു സ്റ്റോക്ക് ഒരു സ്വിംഗ് ട്രേഡിൻ്റെ ബേസിലാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലെക്ചർ ഒരു സ്വിംഗ് ട്രേഡിൻ്റെ ബേസിൽ പറയുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു റീറ്റെയിൽ ട്രേഡർ എങ്ങനെ ഒരു സ്റ്റോക്ക് കണ്ടെത്തുന്നു, എങ്ങനെയാണ് എക്സിക്യൂട്ടറിന് അതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, അവരും നമ്മളെ പോലെ തന്നെ ഒരു റിസർച്ച് ചെയ്യും. റിസർച്ച് ആൻഡ് അനാലിസിസ് ഓഫ് എ സ്റ്റോക്ക്. ഒരു സ്റ്റോക്കിനെ റിസർച്ച് ചെയ്ത് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ് ഇവിടെ. എന്താണ് അപ്രൂവൽ പ്രോസസ്സ്, സ്ട്രാറ്റജി അലൈൻമെൻറ്റ്. അപ്രൂവൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയ ഈ റിസർച്ച്, അതുപോലെ അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയും ഇതെന്ത് ചെയ്യും, അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഇതൊരു എക്സിക്യൂഷനിലേക്ക് പോകൂ. അതുപോലെ സ്ട്രാറ്റജി അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൾക്ക് എമൗണ്ട് ട്രാൻസാക്ഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റിസ്ക് അപ്പറ്റൻസും റിസ്ക് ടോളറൻസും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു അപ്രൂവൽ തരും. ഓക്കെ, അതിൻ്റെ ബേസിലായിരിക്കും എക്സിക്യൂഷൻ. അപ്പം നമ്മൾ എക്സിക്യൂഷനിലേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും, ഹൈ ലിക്വിഡിറ്റി ആയിരിക്കും, ഹൈ ക്വാണ്ടിറ്റി ആയിരിക്കും അവർ വാങ്ങുക. അല്ല നമ്മളെപ്പോലെ 1, 2, 3 വാങ്ങല പരിപാടിയല്ല ഇവിടെ. ലക്ഷങ്ങളും കോടികളും കോൺട്രാക്റ്റ് ആയിരിക്കും അവർ വാങ്ങുക അറ്റ് എ ടൈം. ഓക്കെ, അപ്പോൾ എന്താണ്, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ചിലപ്പം ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് നോക്കാം. ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യേണ്ടി വരും, അതുപോലെ ലിക്വിഡിറ്റി ബിൽഡിംഗ് ചെയ്യേണ്ടി വരും. അതിനുശേഷം എന്താണ്, മോണിറ്ററിങ് ആൻഡ് മാനേജ്മെൻറ്റ്. മോണിറ്ററിങ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മേക്ക് സർട്ടൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഹെഡ്ജസ് ഓൺ ദ ബേസിസ് ഓഫ് ദ മാർക്കറ്റ് കണ്ടീഷൻ. അവർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു, കാരണം എന്താണ്, നമ്മളെപ്പോലെ 10, 20, 100, 1000 ഒന്നും അല്ല. ഓക്കെ, ഹൈ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, അത് നോക്കി നിൽക്കാൻ, അത് ചിലപ്പോൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആളുകൾ വേണം. അതുപോലെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിനുശേഷം എന്തായാലും മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ഹെഡ്ജ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് രീതിയിൽ നമ്മളൊരു എന്താണ് ഹെഡ്ജിങ്. നിങ്ങൾക്കറിയാം സ്റ്റോക്സിനെ എന്ത് വെച്ചാണ് ഹെഡ്ജ് ചെയ്യുക, ഓപ്ഷൻസ് വെച്ചിട്ട് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്സ് വെച്ചും കൊണ്ട് ഹെഡ്ജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എന്താണ്, മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനും അവിടെ ആളുകളുണ്ട്. അപ്പോൾ എന്താണ്, ഇത്രയും മെത്തേഡുകൾ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു നേരത്തെ സ്ലൈഡിൽ എന്താണ്, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റി ഹണ്ട് അഥവാ ലിക്വിഡിറ്റി ബിൽഡപ്പ് സംഭവിക്കുന്നുണ്ട് എന്ന്. ഓക്കെ, അതെന്താണ് മെയിൻ കാര്യം, എന്താണ് നമ്മളെന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു സ്വിംഗ് ബേസിൽ എൻട്രി എടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഹൈ ക്വാണ്ടിറ്റി വേണ്ടി വരും അവർക്ക് ബൈ ചെയ്യാൻ. എക്സാമ്പിൾ ഒരു 2 ലക്ഷം ഒരു, ഓക്കെ നമുക്ക് സിമ്പിളായിട്ട് പറയണം, ഒരു ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ ഒരു റീറ്റെയിലർ, ഓക്കെ, ചിലപ്പോൾ ഒരു 1500 രൂപയൊക്കെ ആണെന്ന് വിചാരിക്കുക സ്റ്റോക്കിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, CMP കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 100 ക്വാണ്ടിറ്റി 10,000 ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ഹ്യൂജ് ഫണ്ടുള്ള പ്രൊഫഷണൽസ് ആയിരിക്കും. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് എന്തായിരിക്കും, അവർക്ക് എന്ന് പറയുമ്പം ചിലപ്പോൾ ഒരു 1 lakh ക്വാണ്ടിറ്റി, 2 lakh ക്വാണ്ടിറ്റി, 10 lakh ക്വാണ്ടിറ്റി ഒക്കെ ആയിരിക്കും വേണ്ടത്. ഹൈ ക്വാണ്ടിറ്റി ബൈ ഓർഡേഴ്സ് വേണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഹൈ ക്വാണ്ടിറ്റി ബൈ ഓർഡേഴ്സ് 2 ലക്ഷം ക്വാണ്ടിറ്റി ബൈ ഓർഡേഴ്സ് അവർക്ക് വാങ്ങണമെങ്കിൽ സെയിം ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ അവിടെ ആൾ വേണ്ടേ? നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആലോചിച്ചൊക്കെ പോവാം. നമുക്കൊരു 10 വീട് വാങ്ങണമെങ്കിൽ 10 വീടും വിൽക്കാൻ അവിടെ ആൾ വേണ്ടേ? സപ്ലൈ ആൻഡ് ഡിമാൻഡ് പ്രോപ്പർ ആവണ്ടേ? അപ്പോൾ എന്താണ്, ഹൈ ക്വാണ്ടിറ്റി 2 ലക്ഷം ക്വാണ്ടിറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യണമെങ്കിൽ 2 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ അവിടെ ആൾ വേണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ 100 ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ 1000 ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ എക്സിക്യൂട്ട് ആവും. കാരണം അതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷെ 2 lakh ക്വാണ്ടിറ്റി നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ബ്രോക്കറിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്തിട്ട് 1 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ക്വാണ്ടിറ്റി അടിച്ചു നോക്കും, ചിലപ്പോൾ കാണിക്കൂല. 1 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് എൻട്രി എടുക്കാൻ ചിലപ്പോൾ കഴിയൂല. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, 2 lakh ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ 2 lakh ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ ആൾ വേണം. അപ്പം എന്ത് ചെയ്യേണ്ടി വരും, കളക്ടിങ് ദ സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യേണ്ട, ഒരു സെല്ല് ചെയ്യാൻ ആളുകൾ റെഡി ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടാവുമല്ലോ, ആ ഏരിയയിലേക്ക് എന്ന് വെച്ചാൽ എന്താണ്, ബൈ ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ്
എവിടെയാണ് വെച്ചത് എന്ന് മനസ്സിലാക്കി ആ ഏരിയയിലേക്ക് പ്രൈസിനെ താഴ്ത്തും. എന്നിട്ട് അത് കളക്ട് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോകും. ഇതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഹണ്ട്, അല്ലെങ്കിൽ റീറ്റെയിലറുടെ കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി മാഷേ എന്ന് പറയുന്ന ആ ഒരു സംഭവം നടക്കുന്നത്. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ, ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ലിക്വിഡിറ്റി പാർട്ട് 1 പാർട്ട് 2 നമ്മൾ 2 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ICT ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിൽ ലിക്വിഡിറ്റി പാർട്ട് 1 പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ICT മാസ്റ്ററിങ് സീരീസിൽ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് പുഷ്പം പോലെ മനസ്സിലാവും. നിങ്ങൾ നോക്കുക, സെൽ സ്റ്റോപ്പ് ഏരിയ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് 2 ലാക്ക് ക്വാണ്ടിറ്റി ബൈ ചെയ്യണം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഒരു സ്റ്റോക്കിൻ്റെ പേര് പറയില്ല, ABCXYZ എന്ത് വേണമെങ്കിലും എടുത്തോ. 2 ലാക്ക് ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ 2 ലാക്ക് ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ ആൾ വേണം. ഓക്കെ, സെല്ല് ചെയ്യാൻ ആൾ വേണം. അപ്പോൾ എന്താണ് സെൽ ഓർഡേഴ്സ് റെസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയായിരിക്കും സെൽ ഓർഡേഴ്സ് ഉണ്ടാവുക? ലിമിറ്റഡ് സെൽ ഓർഡേഴ്സ് ഉണ്ടാവുക എവിടെയാണ്? സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഏതൊരു ലോലും സെൽ ഓർഡേഴ്സ് ഉണ്ടാവും. കാരണം എന്താണ്? ലോയിലായിരിക്കും എപ്പോഴും ആളുകൾ ബൈ ചെയ്യുന്നത്. അപ്പോൾ ആ ലോൻ്റെ താഴെ, ഈ ഓരോ ലോൻ്റെ താഴെയും എന്തുണ്ടാവും? സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. ഈ ലോൻ്റെ ഒക്കെ താഴെ എന്തുണ്ടാവും? സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്ക് പുതുതായിട്ട് ബൈ ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്യാൻ എന്ത് വേണം? എവിടെയാണ് റീറ്റെയിലർ സ്റ്റോപ്പ് ലോസ് വെച്ചത് അങ്ങോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇപ്പം സിമ്പിളായിട്ട് ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ നേരത്തെ കാണിച്ച അതേ ഫോട്ടോയിൽ ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇതിൻ്റെ താഴെയായിരിക്കും. അതിനുശേഷം പ്രൈസ് താഴേക്ക് വന്ന് വീണ്ടും ഇവിടെ നിന്ന് ബൈ ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും, ഇതിൻ്റെ താഴെ ഉണ്ടാവും. അതിനുശേഷം പ്രൈസ് വീണ്ടും താഴെ വന്ന് ഇവിടെ നിന്ന് ഒരു ഇമ്പൾസീവ് മൂവ് വന്ന് ഇവിടെ നിന്നും ബൈ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അതിനുശേഷം എന്താ? ഇവിടെ നിന്ന് ഒരു മൂവ് പോയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ആളുകൾ ബൈ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഇനി അത്രയ്ക്കും സേഫായിട്ട് ചെയ്യുന്നവനാണെങ്കിൽ ഇതിൻ്റെ താഴെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ്? ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ ഉണ്ടാവും. അതുകൊണ്ടാണ് the buyer's stop loss limit sell orders are resting below the support line. ഓക്കെ, an institution consider as a sell stop liquidity. നമ്മൾ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിൽ എന്താണ്? സപ്പോർട്ടിൻ്റെ താഴെയുള്ള ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാകണം എന്താ? ഇവിടെ ഒരു എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ, വേറെ ഡബിൾ ബോട്ടം, ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട്, അതുപോലെ ചാനൽ ബ്രേക്ക്ഔട്ട്, വേറെ എന്താണ്? വേറെ ഒരു ബ്രേക്ക്ഔട്ട്, പിന്നെന്താണ്? വേറൊരു ഇൻട്രസ്റ്റിംഗ് സാധനം ഉണ്ട്. ഇത് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഒരു അറൗണ്ട് ഒരു 60 ഡിഗ്രി ആംഗിളിൽ വരുന്ന ഒരു സാധനമാണ്. പെനറ്റോ അങ്ങനെ എന്തോ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി പോകുന്ന ഒരു പാറ്റേൺ. അത് ഇവിടെയൊക്കെ ട്രേഡ് ചെയ്യുന്നവൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെ ഉണ്ടാവും? ഇതിന് താഴെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ സംഭവം ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി ആക്ച്വലി എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഇരുന്നു പ്രൈസ് എന്ത് ചെയ്തു? ഒരൊറ്റ മൂവ് ആയിരിക്കും താഴേക്ക്. ഓക്കെ, ഈ ഒരു മൂവ് നമ്മൾ പറഞ്ഞത് ഇത് വായിച്ചു, ഇത് മനസ്സിലാക്കി. നെക്സ്റ്റ് ഡേ എന്താ ചെയ്തു? താഴേക്കൊരു മൂവ്. ഈ ഒരു മൂവ് കണ്ടു കഴിഞ്ഞാൽ റീറ്റെയിലർ ആരായാലും ഒന്ന് ചങ്ക് പതറും. കാരണം ഒരു 4 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു മൂവ്, ഓക്കെ, ഒരു 4-5 ദിവസം കൂട്ടിക്കും, ഒരു 5 ദിവസം കൊണ്ട് ഉറുമ്പ് പോകുന്നത് പോലെ പോയ ഒരു മൂവ് ഒരു 15 മിനിറ്റിൽ താഴേക്ക് പോവാന്ന് പറഞ്ഞാൽ ആരായാലും ഒന്ന് പേടിക്കും. ഈ മൂവ് 2 ബെയറിഷ് മറുബോസു ക്യാൻഡിൽ വന്നാൽ എന്താണ്? റീറ്റെയിൽ കോൺസെപ്റ്റിൽ സെല്ല് ചെയ്യണമെന്നാണ്, അല്ലേ? നമ്മളെ പഠിപ്പിച്ചു വെച്ച എന്താണ്? ബെയറിഷ് മറുബോസ് വന്നാൽ സെല്ല് ചെയ്യണം, ബുള്ളിഷ് മറുബോസ് വന്നാൽ ബൈ ചെയ്യണം. ആക്ച്വലി ഒരു റീറ്റെയിലറുടെ വിചാരം എന്താണ്? മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് 2 ബെയറിഷ് ക്യാൻഡിൽ താഴെ പോയാൽ സെല്ല് ചെയ്യണം. നമ്മളെ പഠിപ്പിച്ചു വെച്ചത് സെല്ല് ചെയ്യാനാണ്. അപ്പം നമ്മൾ സെല്ല് ചെയ്യും.
ഓക്കെ. ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിച്ചത്? ഇതിന് താഴെയുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് താഴേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിൻ്റെ താഴെയുള്ള നിങ്ങൾ നോക്കൂ, കറക്റ്റ് ഇവിടെ നിന്ന് സ്പൈക്ക് മുകളിലേക്ക് വന്നിട്ടില്ലേ? കാരണം എന്താണ്? ഇവിടെയുള്ള സെൽ ഓർഡേഴ്സ് നിങ്ങൾ നോക്കുക, ഇതിനെ മാനിപ്പുലേഷൻ സ്റ്റേജ് എന്ന് പറയും, ഇതിനെ ഫേക്ക് മൂവ് ടു ഡൗൺവാർഡ് എന്ന് പറയും. ഇവിടെ എന്തിനാ താഴേക്ക് വന്നത്? കളക്ട് ദ ഓൾ സെൽ ഓർഡേഴ്സ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ബൈ. ഇവിടെയുള്ള സെൽ ഓർഡേഴ്സ് എല്ലാം അവരെന്ത് ചെയ്തു? അവർക്ക് വേണ്ട ബൈ ഓർഡേഴ്സ് ആയിട്ട് കളക്ട് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ലാക്ക് ബൈ ഓർഡേഴ്സ് അവർക്ക് സ്റ്റോക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. 2 ലാക്കല്ല, 10 ലാക്ക് സെൽ ഓർഡേഴ്സ് ഇതിന് താഴെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്താ ചെയ്യുക? അവരുടെ ഫണ്ട് യൂസ് ചെയ്ത് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈസിനെ ഒന്ന് താഴേക്ക് ഇറക്കും. അപ്പോൾ പലരും വിചാരിക്കും അവർ താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് സെല്ല് ചെയ്യല്ലോ, അത് അവർ എഴുതും. അത് അവർ ഇവിടെ എത്തുന്ന സമയത്ത് ബ്രേക്ക് ഇവനിൽ എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. അപ്പോൾ എന്താണ്, ഈ ഒരു ഏരിയ എന്ത് ചെയ്യും? ഈ റീറ്റെയിലേഴ്സിൻ്റെ ഇതിനെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചവന്മാരെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് ആക്ച്വലി എന്തായിരിക്കും സംഭവിക്കുക? നോക്കൂ നിങ്ങൾ, കണ്ടില്ലേ? ഹണ്ട് ചെയ്തതിന് ശേഷം അതാ പോണ മാർക്കറ്റ് മുകളിലേക്ക്. അപ്പോൾ ഈ ഒരു മൂവ് സിമ്പിളായിട്ട് നോക്കുക, ഈ ഒരു മൂവ് എന്തിനാ വന്നത്? ഇത് കളക്ട് ചെയ്യാനാണ്. എന്തിനാണ് ഇതുപോലത്തെ മൂവ് ചെയ്തത്? മാർക്കറ്റിൽ റീറ്റെയിലേഴ്സിനെ പാനിക് ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലാക്കുക. നിങ്ങൾ ലോജിക്സ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഈ ക്യാൻഡിൽസിലോ അതിലൊന്നുമല്ല കാര്യം, ലിക്വിഡിറ്റിയിലാണ് കാര്യം. അതുകൊണ്ടാണ് പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാൻ കൈകൂപ്പി പറയുന്നത്. ഓക്കെ. അതിനുശേഷം നോക്കൂ, പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. അപ്പോൾ എന്താണ്? നമ്മളുടെ റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് മുകളിൽ തിരിച്ചു പോയി. അതിനുശേഷം ഇതിൻ്റെ താഴേക്ക് ഒരു പ്രൈസ് വന്നിട്ടേ ഇല്ല. കാരണം എന്താണ്? ഇതിൻ്റെ താഴെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ അവർ സമ്മതിക്കില്ല. ഇൻ കേസ് പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോണിറ്റർ ചെയ്യുന്ന ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി എന്താണ്, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് എന്താ ചെയ്യുക? കുറച്ചുകൂടി ചാർട്ടിൽ പോയിട്ട് വേറെ കുറച്ച് സ്റ്റോക്സിൻ്റെ എക്സാമ്പിൾസ് നോക്കിയിട്ട് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആക്സിസ് ബാങ്കിൻ്റെ ആ ഒരു ചാർട്ടിലാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ആക്സിസ് ബാങ്കിൽ എവിടെയാണ് പ്രൈസ് ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ട് നിങ്ങൾ സിമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ട് പ്രൈസ് മുകളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ബ്രേക്ക് ഔട്ട് നടന്നിട്ട് തിരിച്ചു മുകളിലേക്ക്. ഓക്കെ. സിമ്പിളായിട്ട് നമ്മൾ ആ റീറ്റെയിൽ കോൺസെപ്റ്റിൽ ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം എന്താണ്, പ്രൈസ് മുകളിലേക്ക്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ആക്സിസ് ബാങ്കിൽ ഒരു എൻട്രി എടുക്കണമെന്ന് വിചാരിക്കുക. അവരെടുക്കുമ്പോൾ എന്താണ്, ഒരു എന്താണ് സ്വിംഗ് ബേസിൽ വേണം കേട്ടോ തീരുമാനിക്കാൻ. അവർക്ക് എന്താണ്, ഹൈ ക്വാണ്ടിറ്റി ബൈ ചെയ്യണം. അപ്പോൾ ഹൈ ക്വാണ്ടിറ്റി സെൽ ഓർഡർ എവിടെയാണ് ഉണ്ടാവുക? കൂടുതൽ ആളുകളെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും ഉണ്ടാവുക? ഇതിൻ്റെ താഴെ ആയിരിക്കും. കാരണം എന്താണ്, ഇതെന്താണ്, ഇതൊരു സപ്പോർട്ടാണ്. നമ്മൾ ഇതിനെ സപ്പോർട്ടാണ് കാണണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ കണ്ണിൽ ഇതെന്തായിരിക്കും? ലിക്വിഡിറ്റി ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ടുണ്ട്, തിരിച്ച് താഴേക്ക് വന്നപ്പോൾ ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ മാസീവായിട്ട് ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് കോമൺ ആയിട്ട് എവിടെയായിരിക്കും? ഇതിൻ്റെ താഴെ ആയിരിക്കും. നമ്മളെ പഠിപ്പിച്ച പോലെ ഒരു ബൈ എൻട്രി എടുക്കുന്ന ഒരാൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ലോലാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു സപ്പോർട്ടിൻ്റെ താഴെയാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് മുകളിലേക്ക് കയറി. ഓക്കെ. നമ്മൾ പറഞ്ഞ പോലെ റേഞ്ച് ബ്രേക്ക് ഔട്ട്, ഇതിനെ റേഞ്ച് ബ്രേക്ക് ഔട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ദർവാസ് ബോക്സ്, റേഞ്ച് ബ്രേക്ക് ഔട്ട്. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ താഴ്ച മാർക്കറ്റ് താഴേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ പാനിക് ക്രിയേറ്റ് ചെയ്യൽ. എന്താണ്, പാനിക് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയാണിത്. 2 ക്യാൻഡിൽ താഴേക്ക് ഇടുമ്പോൾ എന്തായി? ഇവിടെ ഉള്ളവന്മാരൊക്കെ മണ്ടന്മാരായി പോയി. കാരണം എന്താണ്, ഇത് റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇപ്പം എന്താണ്, ഒരുപാട് ആളുകളുടെ കൺവിക്ഷൻ മാറിയിട്ടുണ്ടാവും. ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോയില്ല. ഒരു ഫേക്ക് ഔട്ട് തന്നിട്ട് പ്രൈസ് താഴേക്ക് വന്നു. പ്രൈസ് എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് താഴെയുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്യാനുള്ള ആ ഒരു മൊമെൻ്റാണ് പ്രൈസ് കാണിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് കറക്റ്റ്
കറക്റ്റ് എന്താണ് ഒരു ടിക്ക് പോയിന്റിൽ കളക്ട് ചെയ്ത്, കണ്ടില്ലേ? കളക്ട് ചെയ്തിട്ട് എന്താണ് എങ്ങോട്ടാണ് അവരുടെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് പ്രൈസിനെ കൊണ്ടുപോകും. ഓക്കെ, ഇപ്പം എന്താണ് ആക്ച്വലി ഒരു പാനിക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, പാനിക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആളുകളുടെ ഡയറക്ഷൻസ് മാറ്റുന്നു. ഓക്കെ, എന്താണ് റീറ്റെയിലറുടെ ഡയറക്ഷൻസ് മാറ്റിയിട്ട് എവിടെയാണ് സെൽ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഏരിയ, ആ ഏരിയയിലേക്ക് വന്നിട്ട് അവിടുത്തെ സെൽ ഓർഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായിട്ട് മാറ്റും? റീറ്റെയിലറുടെ സെൽ ഓർഡേഴ്സ്, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് അവർ ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അവർ ബൈ ഓർഡേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്താണ് പിന്നെ ഈ ഭാഗത്തേക്ക് പ്രൈസിനെ വരില്ല. പിന്നെ അതെന്താണ്, അത് പെർമനൻ്റ് ആയിട്ട് അവർ എക്സിറ്റ് ചെയ്യുന്നത് വരെ അതൊരു ലോ തന്നെ ആയിരിക്കും. ഓക്കെ, അതെന്താണ്, അതൊരു ലോ തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ് ഇപ്പോൾ ആക്സിസ് ബാങ്കിൽ ഇപ്പോൾ റണ്ണായി കൊണ്ട് നിൽക്കുന്ന എക്സാമ്പിളിന് പുറമെ നമുക്കെന്താണ് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ, നമ്മൾ രണ്ടാമത് എടുത്തത് എന്താണ്? HDFC AMC ലിമിറ്റഡ്. ഓക്കെ, ഇതിൻ്റെ ആണ് 1 hour ചാർട്ടാണ്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 hour എന്ന് പറയുന്നത് നമ്മളുടെ മീഡിയം ടൈം ഫ്രെയിം ആണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഒരു ബ്രേക്ക് ഔട്ട്, ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പോവുകയാണ്. ഓക്കെ, ഒരു റീറ്റെയിലർ കോൺസെപ്റ്റിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റീറ്റെയിൽ കോൺസെപ്റ്റിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്ന സമയത്ത് ആളുകൾ എൻട്രി എടുത്തിട്ടുണ്ടാവും. ചില ആളുകൾ എന്താണ് പ്രൈസ് ഒന്ന് ഇതിലേക്ക് വന്നിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരെ നമ്മൾ പറയുന്ന പേരാണ് റീടെസ്റ്റ് ട്രേഡേഴ്സ്. ചില ആളുകൾ എന്താണ് ഈ റീടെസ്റ്റും കഴിഞ്ഞിട്ട് അതിന് മുന്നേ ഉണ്ടാക്കിയ ഹൈ ചെയ്യുന്ന ആൾക്കാരെ കുറച്ചുകൂടി സേഫ് ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലായിരിക്കുമല്ലോ പ്രൈസ് മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, ഈ ഒരു ഇത്. അപ്പം നമ്മളൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂ വരികയാണെങ്കിൽ എന്താണ് അവർക്ക് ഇപ്പോൾ HDFC AMC കമ്പനിയിൽ എൻട്രി എടുക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, എന്താണ് എവിടെയായിരിക്കും സെൽ ഓർഡേഴ്സ് കൂടുതൽ ഉണ്ടാവുക? നമ്മൾ പറയാം എവിടെയായിരിക്കും സെൽ ഓർഡേഴ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക? ഈ ഒരു താഴെ ആയിരിക്കും കൂടുതൽ സെൽ ഓർഡേഴ്സ്. എന്തുകൊണ്ടാണ്? ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ബൈ ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് താഴെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ചുകൂടി സേഫ് നോക്കുന്ന ഒരാളാണ് ഇതിൻ്റെ താഴെ ഉണ്ടാവും. ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന ബൈയിങ്ങിൻ്റെ ഒക്കെ താഴെ എന്തായിരിക്കും? ബൈ വെച്ചവൻ്റെ താഴെ സെൽ ഓർഡേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ എന്താണ് ഇതിൻ്റെ താഴെയൊക്കെ സെൽ ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്താണ് എന്ത് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യും? അവർക്ക് ലിക്വിഡിറ്റി വേണം. അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ അത്രയ്ക്കും സെൽ ഓർഡേഴ്സ് എന്ത് ചെയ്യും ഇതിൻ്റെ താഴെ ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പം അതെന്ത് ചെയ്യും? പ്രൈസ് താഴേക്ക് ഇറക്കി ഇവിടുന്ന് ലിക്വിഡിറ്റി എടുത്തിട്ടേ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുമോ? അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ പാനിക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം എന്താണ് പ്രൈസ് മുകളിലേക്ക് പോയി ഇവിടെ ടച്ച് ചെയ്ത് ഇവിടെ ഇപ്പോൾ ആര് എൻട്രി ചെയ്യും? എൻട്രി ചെയ്യും? റീടെസ്റ്റ് ട്രേഡേഴ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ പാനിക് ക്രിയേറ്റ് ചെയ്യലായിരിക്കും ചിലപ്പം മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റം. നമ്മൾ പറഞ്ഞ പോലെ പാനിക് ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്യും? താഴേക്ക് പോകും. ഈ താഴേക്ക് വരുന്ന മൊമെൻറ്റ് എന്തായിരിക്കും? ഓക്കെ, എന്താണ് ഒരു ഇൻട്രാഡേ ബേസിൽ എന്തായിരിക്കും? ഇതൊരു മാർക്കറ്റ് സെല്ലായി എന്നൊക്കെ ആയിരിക്കും പലരുടെ വിചാരം. അപ്പോൾ പ്രൈസിന് എന്ത് ചെയ്യും? നേരെ താഴേക്ക് ഇറക്കും. ഓക്കെ, പ്രൈസിനെ നേരെ താഴേക്ക് ഇറക്കും. ഇപ്പോൾ ഈ സമയത്ത് എന്താണ് ഇത് ബ്രേക്ക് ചെയ്താൽ, ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ സെല്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ വേറെ ഉണ്ടാവും. അതെന്താണ്? അത് ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണ്. സ്വിംഗ് ട്രേഡിങ്ങിൽ നമുക്ക് സെൽ ഓർഡേഴ്സ് ക്യാരി ചെയ്യാൻ പറ്റില്ല. അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രാഡേക്കേ പറ്റൂ. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു ഏരിയയിൽ എത്തിയ സമയത്ത് എന്താണ് ആ ഏരിയ ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ, ഓക്കെ, ബ്രേക്ക് ചെയ്തു ഓക്കെ, എന്താണ് അവിടെ നിന്ന് ലിക്വിഡിറ്റി കളക്ട് ചെയ്തു. ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്തു? ഈ താഴെയുള്ള സെൽ സ്റ്റോപ്പ് ബൈ ചെയ്തവൻ്റെ സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ് അവരുടെ ഓർഡർ എക്സിക്യൂട്ടായി. അവരുടെ ബൈ ഓർഡേഴ്സ്, അവർക്ക് വേണ്ട ബൈ ഓർഡേഴ്സ് അവർ റീറ്റെയിലറുടെ സെൽ ഓർഡേഴ്സ് മുഖാന്തരം എന്തായത് കൺവേർട്ട് ചെയ്തെടുത്തു. ബൈ വേണ്ടവർക്ക് സെൽ ഓർഡർ ബൈ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം എന്താണ്?
അവർ പറയുന്ന പോലെ ആയിരിക്കും മാർക്കറ്റ്. പിന്നെന്താണ്, ഇതായിരിക്കും അവർ എക്സിറ്റ് ചെയ്യുന്നത് വരെ ഇതായിരിക്കും മാർക്കറ്റിന്റെ ലോ. ഓക്കെ, അതുകൊണ്ടാണ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് എന്താണ്, സപ്പോർട്ടിൽ എത്തുമ്പം ബ്രേക്ക് ചെയ്യരുത്, സപ്പോർട്ട് ഫേക്ക് ഔട്ട്, അതാണ് ട്രാപ്പിൽ നമ്മളെ ട്രാപ്പ് മനസ്സിലാക്കണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനി നേരെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾക്ക് പറയാം. അപ്പോൾ ഏകദേശം നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിക്വിഡിറ്റി ഹണ്ട് പ്രോപ്പറായിട്ട് എന്താണ്, ഒരു മാർക്കറ്റ് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യാൻ വരുന്നതിൻ്റെ ഉള്ളിലുള്ള ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് ഇമേജ്, സെക്കൻഡ് ഇമേജ്, തേർഡ് ഇമേജ് നോക്കാം. ഫസ്റ്റ് ഇമേജ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്വിംഗ് ബേസിൽ എന്താണ്, ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 300 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 300 രൂപ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർച്ച് ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാക്കും, അവർക്ക് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി വേണം. ഓക്കെ, അപ്പോൾ എന്താണ്, അവർക്ക് ബൈ ഓർഡേഴ്സ്, നിങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് എന്താണ്, ഹ്യൂജ് ബൈ ഓർഡേഴ്സ് വേണ്ടത് കൊണ്ട് തന്നെ എന്താണ്, അവർക്ക് അത്രയും തന്നെ സെൽ ഓർഡേഴ്സ് വേണം. അതുകൊണ്ട് എന്ത് ചെയ്യും, സെൽ സ്റ്റോപ്പ് റൈഡ്, അല്ലെങ്കിൽ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഹണ്ട്, ലിക്വിഡിറ്റി റെയ്ഡ് ചെയ്യാൻ വേണ്ടി വരും. അപ്പം എന്താണ്, ഈ ലിക്വിഡിറ്റി റെയ്ഡ് ചെയ്യാൻ വരുന്നത് കൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷന്. ഒന്നെന്താണ്, അവർക്ക് ആ സെൽ ഓർഡേഴ്സ് ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, എൻറ്ററിങ് ഇൻ ടു എ ഡിസ്കൗണ്ടഡ് പ്രൈസ്. നിങ്ങൾ നോക്കാം, 300 ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ പ്രൈസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് താഴേക്ക് വരുമ്പോൾ എന്താണ്, 300-നേക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് അവർക്ക് ബൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോ അധികം ആളുകൾ കണ്ടില്ല എന്ന് തോന്നുന്നു. കാരണം ആർക്കും ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും പഠിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ ചെയ്ത വീഡിയോനേക്കാൾ അത്രയും വ്യൂസ് ഇല്ല. കാരണം എന്താണ്, ആർക്കും വേണ്ട ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, പ്രീമിയം, ഡിസ്കൗണ്ട് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, താഴേക്ക് കൊണ്ടുവരുന്നതാണ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് പ്രൈസിനെ ഡിസ്കൗണ്ട്, കുറച്ചുകൂടി ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് പ്രൈസിനെ കൊണ്ടുവരും. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ ഐഡൻറ്റിഫൈ ദ ലിക്വിഡിറ്റി സോൺസ്. അവരെന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്, ചിലപ്പോൾ ഈ ലിക്വിഡിറ്റി ആയിരിക്കും ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അപ്പം നമ്മളെന്താണ്, ഐഡൻറ്റിഫൈ ദ ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ഏരിയ, സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രൈസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരും. ഈ താഴേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ബൈ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യാനും, അതുപോലെ എൻറ്ററിങ് ഇൻ ടു എ ഡിസ്കൗണ്ടഡ് പ്രൈസിന് വേണ്ടിയിട്ട് പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരും. റീറ്റെയിലേഴ്സിൻ്റെ ബൈ വെച്ചതിൻ്റെ മാക്സിമം സെൽ ഓർഡർ വെക്കാൻ പറ്റിയ ഏരിയയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്യും. ഈ താഴേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും, ബോസു ക്യാൻഡിൽസ് ആയിട്ട് താഴേക്ക്. കാരണം എന്താണ്, മാർക്കറ്റിൽ പാനിക്ക് ക്രിയേറ്റ് ചെയ്യണം. കാരണം എന്താണ്, ഒരു നല്ല ഡിസിഷൻ എടുക്കുന്ന ഒരാളെ കൊണ്ട് വേഴ്സ് ഡിസിഷൻ എടുപ്പിക്കുക. കാരണം എന്താണ്, നമ്മൾ ഡിസിഷനൊക്കെ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ ഒരു പാനിക്ക് വരുമ്പോൾ എന്താണ്, നമ്മൾ വിറച്ചു പോകും. അപ്പം എന്താണ്, ആ പാനിക് സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ റോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇവരുടെ അഡ്വാൻറ്റേജ്. അപ്പം എന്താണ്, പ്രൈസ് താഴേക്ക് ഇറക്കിയിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിൽ നിന്ന് അവർ ബൈ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യും. ഓപ്പോസിറ്റ് മാർക്കറ്റും അതാണ് പറയുന്നത്, നമ്മൾ വെച്ച സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിന്ന്. എന്താണ്, നമ്മൾ വെച്ച സ്റ്റോപ്പ് ലോസ് അടിച്ച് മാർക്കറ്റ് കയറിപ്പോയി എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് ഇതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു 2 സ്റ്റോക്സ്, 1-2 സ്റ്റോക്സിൽ എന്താണ് ഈ ലിക്വിഡിറ്റി പൂൾസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതൊരിക്കലും ഞാൻ എന്താണ് ഒരു റെക്കമെൻഡ് ചെയ്യുന്ന പോലെ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് എന്താണ്, നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് മനസ്സിലാക്കുന്നത്, പ്രൈസ് ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷം ഒരു കറക്റ്റീവ് മൂവ് എന്ന പോലെ എന്താണ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ക്രിയേറ്റ് ആവുകയാണ്. ഓക്കെ, സൈഡ് വേസ് മാർക്കറ്റ് ക്രിയേറ്റ് ആവുകയാണ്. ഇവിടെയാണ് ലിക്വിഡിറ്റി. 4 അവർ ചാർട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ബിലോ ദ ലോ. കാരണം എന്താണ്, സിമ്പിളായിട്ട് മനസ്സിലാക്കുക, പ്രൈസ് താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് ബൈയിങ് പോയിട്ടുണ്ട്,
ഇവിടുന്ന് ബൈ പോയിട്ടുണ്ട്, ഇവിടെ ബൈ പോയിട്ടുണ്ട്. ഈ ബൈ പോയവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇതിൻ്റെ താഴെ ആയിരിക്കും. ഓക്കെ, ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഒരു ഡിമാൻഡ് OB കൂടിയുണ്ട്. ഓക്കെ, ഡിമാൻഡ് OB കൂടിയുണ്ട്. മുകളിൽ എന്താണുള്ളത്? മുകളിൽ റെസിസ്റ്റൻസ്. ഓക്കെ, എന്താണ് റെസിസ്റ്റൻസ്? ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിലുണ്ടാവും. സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിലുണ്ടാവും. ഇപ്പോൾ പലരും വിചാരിക്കും സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് അത് അവർ എക്സിക്യൂട്ട്. ഞാൻ പറയുന്നത് LICയുടെ ഫ്യൂച്ചേഴ്സ് നിങ്ങൾ ഡെറിവേറ്റീവ്സിലേക്ക് കൂടി നോക്കണം. ഡെറിവേറ്റീവിൽ നമുക്ക് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഡെറിവേറ്റീവിൽ നമ്മൾ സ്വിങ് ചെയ്യുമ്പോൾ എക്സ്പയറി ഡേറ്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ബൈ ഓർഡേഴ്സ് ഇവിടെ ഉണ്ടാവും. ഇവിടെ സെല്ല് ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു, ബൈ ഓർഡേഴ്സ് ഇവിടെ ഉണ്ടാവും. അപ്പം എന്താണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? പ്രൈസ് താഴേക്ക് വന്നിട്ട് ഇവിടെയുള്ള സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് എടുത്തിട്ട് ഈ ഒരു സോണിൽ നിന്ന് ചിലപ്പോൾ ഈ സോണ് ബ്രേക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സോണെന്നോ എടുത്ത് കഴിഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിതാ പറഞ്ഞത് ഒരു കാരണവശാലും ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് ചെയ്യുന്നതാണ്. ഒരു കാരണവശാലും കോപ്പി ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരു കാരണവശാലും കോപ്പി ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ് നെക്സ്റ്റ്? യെസ്, ഇവിടെ നമ്മൾ 1 ഡേയിലേക്ക് എടുത്ത് ഇതേതാണ്? ഇത് ബജാജ് ഫിനാണ്. ബജാജ് ഫിൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നോക്കുകയാണെങ്കിലും എന്താണ്? പ്രൈസ് ഒരു സൈഡ് വേസ് ഫോം ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ 4 അവറിലേക്ക് ഇടുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നോക്കൂ നിങ്ങൾ, ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഫോർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഫോർമേഷൻ. കാരണം എന്താണ്? ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ട്. ഹൈ ലിക്വിഡിറ്റി പൂളായിരിക്കും ഇത്. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഹൈ ലിക്വിഡിറ്റി പൂളാണ്. ഒരു ബജാജ് ഫിനിൽ ഇനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി വരുമ്പോൾ എന്താണ്? ഒബ്വിയസ്ലി ലിക്വിഡിറ്റി പഠിച്ചവർക്ക് അറിയാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുന്നത് ലിക്വിഡിറ്റിയാണ്. പ്രൈസിന് എന്ത് ചെയ്യും? പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ട് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇവിടെ ഒരു ഡിമാൻഡ് OB ഉണ്ട്. ഓക്കെ, 1 അവറിൽ നോക്കൂ നിങ്ങൾ. 1 അവറിൽ നോക്കുമ്പോൾ ഒരു ഡിമാൻഡ് OB കൂടി ഉണ്ട് ഇവിടെ. ഓക്കെ, പ്രൈസ് ഈ ഒരു രീതിയിൽ താഴേക്ക് വന്നിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി. പക്ഷെ എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ പോലെ സ്വിംഗ് ട്രേഡർക്ക് പേഷ്യൻസ് വേണം. നമുക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് വരാനുള്ള ക്ഷമയില്ല. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരാനുള്ള ക്ഷമയില്ല. നമുക്ക് പറ്റിയ പരിപാടി എന്ന് പറയുന്നത് എന്താണ്? ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ നമുക്ക് പേഷ്യൻസ് ഉണ്ട്. കാരണം എന്താ? ഈ ഹൈയിലേക്ക് എത്താൻ കുറച്ച് സമയം മതി. ഈ ലോയിലേക്ക് എത്താൻ നമുക്ക് ക്ഷമയില്ല. കാരണം എന്താണ്? നമ്മൾ ഒരുപാട് കാത്തുക്കണം, ബോറടിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൈസ് താഴ്ന്ന വിലയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും. പല ആൾക്കും അറിയാത്തതാണ്. എല്ലാവരും ഈ ബ്രേക്ക് പിന്നാലെയാണ്. സ്ക്രീനേഴ്സ് നോക്കും, ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് നോക്കും, NSE കയറിയിട്ട് ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ്. ഇതല്ല റിയാലിറ്റി. ഇതല്ല. ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്താണ്? പ്രൈസിനെ താഴേക്ക് വരാൻ നോക്കണം. കിട്ടുന്നതും ഡിമാൻഡിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ നോക്കണം. ഡിമാൻഡിൽ നിന്ന് വാങ്ങിയിട്ട്, ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഡിമാൻഡിൽ നിന്ന് ഇവിടെ ആളുകൾ ബൈ ചെയ്യുന്ന സ്ഥലത്തായിരിക്കണം നമ്മളുടെ സെല്ല്. പ്രൈസ് താഴേക്ക് വന്ന് ഇവിടെ നിന്ന് ബൈ ചെയ്ത് ആളുകൾ സെല്ല് ചെയ്യുന്ന സ്ഥലത്ത് ആളുകൾ ബ്രേക്ക് ഔട്ടിൽ ബൈ ചെയ്യുന്ന സ്ഥലത്ത് വേണം നമ്മൾ സെല്ല് ചെയ്യാൻ. ഇൻ്റലിജൻറ്റ് മൂവ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ആളുകൾ എന്താണ്? പ്രൈസ് എത്രയോ മൂവ് ചെയ്ത് ഒരു റെസിസ്റ്റൻസിൽ എത്തുമ്പോൾ അവിടെ നിന്ന് ബൈ ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും മൂവ് ചെയ്ത സ്റ്റോക്ക് ബ്രേക്ക് ഔട്ടും കറന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ അത്രയും പവർ വേണം, അത്രയും ബൈയിങ് പ്രഷർ ഉണ്ടെങ്കിലേ പോകൂ. ഓക്കെ, എന്നിട്ട് വെക്കുന്ന സ്റ്റോപ്പ് ലോസോ ഇതിൻ്റെയൊക്കെ താഴെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വെക്കും. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല. നമുക്ക് നെക്സ്റ്റ് ഒരു സ്ലൈഡിലേക്കും കൂടി പോയിട്ട് നമുക്ക് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മളെപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ രീതിയിൽ ചിന്തിക്കുക.
വെറും റീറ്റെയിൽ ഗാർബേജ് നോക്കിയിട്ട് കാര്യം. കാരണം ഈ റീറ്റെയിൽ ഗാർബേജ് സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ബ്രേക്ക് ഔട്ട്, അതുപോലെ തന്നെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, നമ്മളുടെ ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ്, ഇതൊക്കെ ഓൾഡ് സ്കൂളായി മാറിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായി. അതുകൊണ്ടാണ് നമ്മൾ ലിക്വിഡിറ്റി ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇവിടെ പ്രൈസ് താഴേക്ക് ലിക്വിഡിറ്റിയിലേക്ക് വരുന്നത് എന്തിനാണ്? സെൽ ഓർഡേഴ്സ് കൺവേർട്ട് ചെയ്ത് ബൈ ഓർഡേഴ്സ് ആക്കാൻ. പ്രൈസ് മുകളിലേക്ക് ബൈ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? ആ ബൈ ഓർഡേഴ്സിനെ കൺവേർട്ട് ടു സെൽ ഓർഡേഴ്സ്. അപ്പോൾ എപ്പോഴും നമ്മളുടെ എൻട്രി എവിടെയാവണം? എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളതെന്ന് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മളായിരിക്കും ലിക്വിഡിറ്റി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ എൻട്രി എടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്താണ്, നമുക്ക് കുറച്ച് സമയമെടുക്കും, കുറച്ച് നന്നായിട്ട് സമയമെടുക്കും. പക്ഷെ എന്താ, നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് എൻട്രി ആയിരിക്കും. ഇൻ കേസ് നമ്മൾ എൻട്രി എടുക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് യൂസ് ചെയ്ത് അവരുടെ ആ ഒരു ഫ്ലോ തന്നെയാണ് നമ്മളുടെ എങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മനസ്സിലാക്കുക. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുത്ത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് ലിക്വിഡിറ്റീൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം വീഡിയോ അറൗണ്ട് 1 hour ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ പേഷ്യൻസിൻ്റെ കാര്യം പറഞ്ഞത്. 1 hour ഒക്കെ ഒരു വീഡിയോ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പേഷ്യൻസ് ആൻഡ് അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ വീഡിയോ കണ്ടിരിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലെങ്ത് ആക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു വീഡിയോ 15 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ടൊക്കെ തീർക്കുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് പ്രോപ്പറായിട്ട് സമയം വേണം. ഓക്കെ, പ്രോപ്പറായിട്ട് പറഞ്ഞ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ 1 hourൻ്റെ മുകളിൽ വേണം. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം താങ്ക് യു.